എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം പഴയ നിയമത്തിലെ 7 പെരുന്നാളുകളെക്കുറിച്ചാണ്. ദൈവമായ യഹോവ ഇസ്രായേൽ മക്കൾക്ക് നൽകിയ 7 പെരുന്നാളുകൾ. ഈ 7 പെരുന്നാളുകൾ ദൈവമായ യഹോവ ഇസ്രായേൽ മക്കൾക്ക് നൽകുവാൻ കാരണമുണ്ട്. കാരണമെന്ന് പറയുന്നത് ജാതീയമായ ഉത്സവങ്ങളിൽ അവർ പങ്കെടുക്കരുത്, അല്ലെങ്കിൽ ജാതീയമായ മറ്റ് വിഷയങ്ങളൊന്നും പങ്കെടുക്കാതെ അവർക്ക് നൽകപ്പെട്ട ഉത്സവത്തിൽ അവർക്ക് സന്തോഷിപ്പാൻ, അവർക്ക് ഓർമ്മ പുതുക്കുവാൻ, അവരുടെ സംസ്കാരം നിലനിർത്തുവാൻ ദൈവമായ യഹോവ അവർക്ക് നൽകിയ 7 ഉത്സവങ്ങൾ. ആ 7 ഉത്സവങ്ങളുടെ പ്രത്യേകതകളും മാത്രമല്ല, ആ ഉത്സവങ്ങളുടെ നിഴലും പൊരുളും എന്താണെന്നും അതിൻ്റെ അവസാനം ഇസ്രായേലിന് സംഭവിക്കാൻ പോകുന്നതും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ചുമൊക്കെ നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഏതൊക്കെയാണ് ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്ത ഉത്സവങ്ങൾ? 1, പെസഹയുടെ പെരുന്നാൾ. 2, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ. 3, ആദ്യഫല പെരുന്നാൾ. 4, പെന്തക്കോസ്ത് പെരുന്നാൾ. 5, കാഹള പെരുന്നാൾ. 6, പാപപരിഹാര പെരുന്നാൾ. 7, കൂടാര പെരുന്നാൾ. ഇങ്ങനെ 7 പെരുന്നാളുകൾ ദൈവമായ യഹോവ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തു. ഒന്നാമത്തെ പെരുന്നാൾ പെസഹ പെരുന്നാളാണ്. പെസഹ പെരുന്നാളിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിൽ പെസഹ പെരുന്നാളും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളും ആദ്യഫല പെരുന്നാളും പെന്തക്കോസ്ത് പെരുന്നാൾ വരെ സംഭവിച്ച കാര്യങ്ങളാണ്. ഈ പെരുന്നാളുകളുടെ നിഴലുകൾ അല്ലെങ്കിൽ അതിൻ്റെ പൊരുളുകൾ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചതും വരാൻ പോകുന്ന കാലത്ത് സംഭവിക്കേണ്ടതുമായ വിഷയങ്ങളാണ്. ഇതെല്ലാം ചരിത്രമാണ്. യഹൂദനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ മാസിഡോണിയ, മെസപ്പൊത്യോമിയൻ സംസ്കാരത്തെ സംബന്ധിച്ച് എല്ലാവരും അറിവുള്ളവരായിരിക്കണം. കാരണം യഹൂദനില്ലാതെ, ഇസ്രായേലില്ലാതെ ഒരു ചരിത്രം ലോകത്തിലില്ല. ചരിത്രങ്ങളുടെ എല്ലാം ആരംഭമെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവും അപ്പോൾ തന്നെ ഇസ്രായേലുമാണ്. ഇസ്രായേൽ ഇല്ലാതെ ഒരു ചരിത്രം ലോകത്തിന് ഇല്ല. ആ വിഷയത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത് നാം ചിന്തിക്കുന്നത് പെസഹ പെരുന്നാളാണ്. എന്താണ് പെസഹ പെരുന്നാൾ? വാസ്തവത്തിൽ പെസഹ പെരുന്നാളിനെ കുറിച്ചും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിനെ കുറിച്ചും ആദ്യഫല പെരുന്നാളിനെ കുറിച്ചും അധികമായിട്ട് ചിന്തിക്കുവാൻ, ഒത്തിരി കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ആ പെരുന്നാളുകൾ പെന്തക്കോസ്ത് പെരുന്നാളും കാഹളനാദ പെരുന്നാളും പാപപരിഹാര പെരുന്നാളും കൂടാര പെരുന്നാളുമാണ്. ഈ അവസാനത്തെ 4 പെരുന്നാളുകളെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. കാരണം പെസഹ പെരുന്നാളും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളും അപ്പോൾ തന്നെ ആദ്യഫല പെരുന്നാളും, ഈ 3 പെരുന്നാളുകൾ കഴിഞ്ഞതാണ്. എങ്കിലും കഴിഞ്ഞ കാര്യങ്ങളാണെങ്കിലും ഇസ്രായേൽ മക്കൾക്ക് അല്ലെങ്കിൽ യഹൂദന്മാർക്ക് ദൈവം ഇത് കൊടുത്തതിൻ്റെ പിന്നിലെ പ്രാധാന്യം, അല്ലെങ്കിൽ അതിൻ്റെ നിഴലും പൊരുളും എന്താണെന്ന് അല്പമായിട്ട് ചിന്തിച്ചിട്ട് പെന്തക്കോസ്ത് പെരുന്നാളിലേക്ക് നമുക്ക് വരാം. അതിനുശേഷം കാഹളനാദ പെരുന്നാളിലേക്ക് നമുക്ക് വരാം. എന്താണ് പെസഹ പെരുന്നാൾ? പെസഹ പെരുന്നാളിന് വലിയൊരു ആത്മീയ അർത്ഥമുണ്ട്. അത് വീണ്ടെടുക്കപ്പെട്ട, അല്ലെങ്കിൽ ലോകത്തിലുള്ള സകല ദൈവമക്കളും അറിയേണ്ട ചില വസ്തുതകളാണ്. അതിൻ്റെ ഒന്നാമത്തെ വിഷയം, അതിൻ്റെ ആത്മീയ അർത്ഥം എന്ന് പറയുന്നത് 4 ദിവസങ്ങൾ ആട്ടിൻകുട്ടിയെ വേർതിരിച്ച് നിർത്തണം. മാറ്റി നിർത്തിയിട്ട് ആ ആട്ടിൻകുട്ടിയെ അളക്കണം. ആട്ടിൻകുട്ടി യാഗത്തിന് കൊള്ളാവുന്നതാണോ, അല്ലെങ്കിൽ അതിന് ഊനമുണ്ടോ എന്നെല്ലാം അളക്കേണ്ട ദിവസങ്ങളാണ് 4 ദിവസം.
അതിനെക്കുറിച്ച് വേദപുസ്തക പഠിതാക്കൾ പറയുന്നത് 4000 സംവത്സരങ്ങൾ ആദാമിനെ ഏതിൽ നിന്ന് പുറത്താക്കിയത് മുതൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം വരെ 4000 വർഷങ്ങൾ ഉണ്ടായിരുന്നു, സംവത്സരങ്ങൾ ഉണ്ടായിരുന്നു. ആ 4000 വർഷങ്ങളെ പ്രതിദാനം ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ 4 ദിവസങ്ങൾ ഈ കുഞ്ഞാടിനെ മാറ്റി നിർത്തി അതിന് ഊനമുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുക. അപ്പോൾ ആദാമിൽ തുടങ്ങി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം വരെയുള്ള ഏകദേശം 4000 വർഷങ്ങൾ ദൈവകുഞ്ഞാടിനെ പരിശോധിക്കുന്ന വർഷങ്ങളായിട്ട് വേദപുസ്തക പഠിതാക്കൾ പറയുകയാണ്. അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പറയാം. അതിൻ്റെ രണ്ടാമത്തെ വിഷയം, ആട്ടിൻകുട്ടിക്ക് ഊനമില്ലാതിരിക്കണം. കൈകാലുകൾ, അതിൻ്റെ ചെവി, അതിൻ്റെ തല, അതിൻ്റെ അവയവങ്ങളെല്ലാം ഊനമില്ലാത്തതായിരിക്കണം എന്ന് ദൈവം കൊടുത്ത കൽപ്പനയിൽ ദൈവമായ കർത്താവ് പറയുന്നു. നിങ്ങൾക്കതിനെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണുവാൻ കഴിയും. യോഹന്നാൻ 1:29 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ തന്നെ വെളിപ്പാട് പുസ്തകം 1:12 വാക്യം. അപ്പോൾ തന്നെ എബ്രായർക്കെഴുതിയ ലേഖനം 4:11 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങൾ. ഇങ്ങനെ പല വേദഭാഗങ്ങളിലും ഊനമില്ലാത്ത കുഞ്ഞാടിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ആമേൻ. നാം അത് പഠിക്കേണ്ട വസ്തുതകളാണ്. ഞാൻ പല വേദഭാഗങ്ങളും റഫറൻസ് സഹിതം പറയുവാൻ കാരണമുണ്ട്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ട വസ്തുതകളെല്ലാം റഫറൻസോടുകൂടെ തന്നെ പറയുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ആമേൻ. 3, 1 വയസ്സ് പ്രായമുള്ളതായിരിക്കണം ഈ കുഞ്ഞാടിൻ്റെ പ്രായം എന്ന് പറയുന്നു. 1 വയസ്സുണ്ടായിരിക്കണം. അത് ക്രിസ്തുവിൻ്റെ പൂർണ്ണതയെ കാണിക്കുന്നു. 1 എന്ന് പറയുന്നത് ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ പൂർണ്ണതയാണ് കാണിക്കുന്നത്. അവൻ ഒന്നാണ്. ആമേൻ, സ്തോത്രം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് ചേരുമ്പോൾ അവിടെ ആമേൻ ദൈവം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പുത്രനായ ക്രിസ്തുവിനെ അവിടെ ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും. മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരൊറ്റ നാമമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഏകത്വം, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തുകയാണ്. ആമേൻ. 4-ാമത്തെ കാര്യം, ഈ ആട്ടിൻകുട്ടി ഒരാൺകുട്ടിയായിരിക്കണം. കർത്താവായ യേശു ആമേൻ പുരുഷനായിരുന്നു, പൂർണ്ണ പുരുഷനായിരുന്നു, വളർച്ചയിൽ പൂർണ്ണനായിരുന്നു, ജ്ഞാനത്തിൽ പൂർണ്ണനായിരുന്നു. ഏകനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഏകനായ ആദാമിലൂടെ മാനവരാശിയിലേക്ക് പാപം പടർന്നു പിടിച്ചപ്പോൾ ഏകനായ ക്രിസ്തുവേശുവിലൂടെ മനുഷ്യജാതിയുടെ പാപത്തെ പിതാവായ ദൈവം നീക്കിക്കളഞ്ഞു. അങ്ങനെയാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എങ്കിലും പെന്തക്കോസ്ത് പെരുന്നാൾ തൊട്ടുള്ള വിഷയങ്ങളാണ് വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പെസഹ പെരുന്നാളിൽ സംഭവിക്കേണ്ട കാര്യം എന്താണ്? പെസഹ പെരുന്നാളിൽ കുഞ്ഞാടിൻ്റെ രക്തം എടുത്ത് കിണ്ണത്തിലാക്കി വെച്ച് ആ കിണ്ണത്തിലിരിക്കുന്ന രക്തത്തെ ഈസോപ്പ് തണ്ടിൽ എടുത്ത് കട്ടിളമേലും കുറുമ്പടിമേലും തേക്കണം. അങ്ങനെ തേക്കുമ്പോൾ ആ രക്തം ഒരടയാളമായിരിക്കും. ആ രക്തത്തിൻ്റെ ഉള്ളിൽ മാനവരാശിയുടെ വിടുതൽ, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ വിടുതൽ മറഞ്ഞിരിപ്പുണ്ടാകും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, രക്തമെടുത്ത് അവർ പോകുന്ന പടിക്കെട്ടിലോ വഴിത്താരയിലോ അല്ല വീഴ്ത്തേണ്ടത്. രക്തം കട്ടിളമേലും കുറുമ്പടിമേലും തന്നെ തളിക്കണം. ആമേൻ. അതിനൊത്തിരി ആത്മീയ അർത്ഥമുണ്ട്. അതിലേക്കൊന്നും പ്രവേശിക്കുവാൻ ഈ തരുണത്തിൽ ആഗ്രഹിക്കുന്നില്ല. 2-ാമത്തെ പെരുന്നാള് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ. കാരണം ആമേൻ ദൈവമക്കൾ പുറപ്പെടുന്ന ആ സമയത്ത്, ആ സന്ധ്യാസമയത്ത് അവർ പുളിക്കാത്ത മാവ് കൊണ്ടുണ്ടാക്കിയ അപ്പമാണ് അവർ ഭക്ഷിച്ചത്. അതിന് ഓർമ്മയാണ് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ. എന്താണ് ഈ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിൻ്റെ പ്രത്യേകത? പുളിക്കാത്ത മാവ് കൊണ്ട് അപ്പം ഉണ്ടാക്കി അവർ ഭക്ഷിച്ചു. പുളിക്കാത്ത മാവ് കൊണ്ട് എന്ന് പറയുമ്പോൾ പുളിപ്പ് ദുരുപദേശത്തെ കാണിക്കുന്നു, അല്ലെങ്കിൽ പുളിപ്പ് എന്താണ് മനുഷ്യൻ്റെ പാപത്തെ കാണിക്കുന്നു. പുളിപ്പ് ആമേൻ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉപദേശത്തിൽ ഉണ്ടാകുന്ന പുളിപ്പിനെ കാണിക്കുന്നു. പുളിപ്പിന് ഒത്തിരി ആത്മീയ അർത്ഥമുണ്ട്. ആമേൻ. അതൊന്ന് വിശദീകരിക്കാൻ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല, കാരണം നമ്മുടെ സബ്ജക്റ്റ് മറ്റൊന്നായതുകൊണ്ട് അത് പൂർണ്ണമായിട്ടും വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പുളിക്കാത്ത അപ്പം എന്ന് പറയുന്നത് ജീവിത വിശുദ്ധിയെ കാണിക്കുന്നു.
പുളിക്കാത്ത മാവ് ജീവിത വിശുദ്ധിയാണ് കാണിക്കുന്നത്. അപ്പോൾ പുളിപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അതാണ് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിൻ്റെ പ്രത്യേകത. ഈ പുളിപ്പ് വ്യക്തി ജീവിതത്തെ ബാധിക്കുന്നു, അല്ലെങ്കിൽ ഈ പുളിപ്പ് വീട്ടിൽ കുടുംബത്തിൻ്റെ ഉള്ളിൽ ബാധിക്കുന്നു, അധികാര പരിധി അത് വ്യാപരിക്കുന്നു, ദേശത്തെ ദുർനടപ്പ് അല്ലെങ്കിൽ അശുദ്ധി അല്ലെങ്കിൽ ഉപദേശത്തിലുണ്ടാകുന്ന സാരമായ പിശക, അതിനെയെല്ലാം കാണിക്കുന്നു ഈ പുളിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളാണ് ദൈവമക്കളൊക്കെയായിട്ട് ദൈവം വെച്ചിരിക്കുന്നത്. ദൈവം നമുക്ക് വേണ്ടി നിയോഗിച്ചിരിക്കുന്നത് പുളിച്ച മാവല്ല, അത് പരീശന്മാരുടേതാണ് പുളിച്ച മാവ്. പരീശന്മാരുടെ തെറ്റായിട്ടുള്ള പഠനം, അവരുടെ തെറ്റായിട്ടുള്ള ഉപദേശ രീതികൾ ഒക്കെയാണ് പുളിപ്പിനെ കാണിക്കുന്നത്. അപ്പോൾ യേശു കർത്താവ് തന്നെ പറഞ്ഞു, ആമേൻ, നിങ്ങൾ പരീശന്മാരെ പോലെ നിങ്ങളായിത്തീരരുത്. ആമേൻ. കർത്താവ് തന്നെ ശിഷ്യന്മാരോട് ഇങ്ങനെയാണ് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ പരീശന്മാരുടെ പുളിച്ച മാവ് സൂക്ഷിച്ചുകൊള്ളുവീൻ. ദൈവരാജ്യത്തെ പുളിച്ച മാവിനോട് സദൃശ്യമാക്കി ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങളിൽ അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ പുളിച്ച മാവിനെ കുറിച്ച് പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. ജീവിതത്തിൽ പുളിപ്പുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഉപദേശത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന, ജീവിതത്തിൽ ദുരുപദേശങ്ങൾ കടന്നു വരുന്ന മേഖലകളുണ്ടെങ്കിൽ അതിനെ പാടെ എടുത്തു കളയുവാൻ ദൈവമക്കൾ ശ്രദ്ധരായിരിക്കണം. നമ്മുടെ ജീവിതം ഒരു പുളിച്ച മാവുള്ള ഒരവസ്ഥ ആയിത്തീരരുത്. വിശുദ്ധിയോടെ നൈർമല്യതയോടെ ജീവിക്കുവാൻ, പുളിപ്പില്ലാത്ത ജീവിതത്തിൽ ആയിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. മൂന്നാമത്തെ പെരുന്നാളാണ് ആദ്യഫല പെരുന്നാൾ എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. അത് വരുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ആമേൻ. വരുവാനുള്ളവരുടെ നിഴലത്രേ ആദ്യഫല പെരുന്നാൾ. പ്രിയപ്പെട്ടവരെ, ആദ്യഫല പെരുന്നാൾ അത് കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിക്കുന്നു. ആദ്യഫലം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആദ്യഫലം ഇസ്രായേലാണ്. ആദ്യഫലം. ആമേൻ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ സഭയാണ് ആദ്യഫലം. അപ്പോൾ ആദ്യഫലം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആദ്യഫലം എന്ന് പറയുന്നത് ഇസ്രായേലാണ്. ആദ്യഫലം എന്ന് പറയുന്നത് ദൈവസഭയാണ്. ആമേൻ. അതിനെക്കുറിച്ച് ചില വാക്യങ്ങൾ കൊരിന്ത്യരുടെ ലേഖനത്തിൽ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 15-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പെസഹയുടെ 3-ാം ദിവസമാണ് ഇത് ആചരിച്ചു വന്നത്. ഈ എല്ലാ പെരുന്നാളുകളും ആരംഭിക്കുന്നത് ഏപ്രിൽ മാസത്തിലാണ്, അതായത് ആബീബ് മാസം. എന്താണ് ആബീബ് മാസം? ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്ത 12 മാസങ്ങൾ. ആബീബ്, സീബ്, സീബാൻ, തമ്മൂസ്, ഓബ്, ഏലൂൻ, ഏഥാനീം, ബൂൽ, കിസ്ലേവ്, തേബത്ത്, ശേബത്ത്, ആധാർ. ഇതിൽ പെസഹ ആരംഭിക്കുന്നത് ആബീബ് മാസം 14-ാം തീയതിയാണ്. 14-ാം തീയതി ആരംഭിച്ച് മുൻപോട്ട് പോകുമ്പോൾ ആ മാസം തന്നെയാണ് അടുത്ത ചില പെരുന്നാളുകൾ കൂടെ ആരംഭിക്കുന്നത്. ആ മാസം തന്നെയാണ് നമ്മൾ നേരത്തെ കേട്ടതുപോലെ തന്നെ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ ഈ ആബീബ് മാസത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഏപ്രിൽ മാസത്തിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. അടുത്തതായിട്ട് നമ്മൾ ചിന്തിച്ചാണ് മൂന്നാമത്തെ പെരുന്നാൾ, ആദ്യഫല പെരുന്നാൾ. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിഴലാണ്. ആദ്യഫലം യേശു ക്രിസ്തുവിൻ്റെ നിഴലാണ്. മാത്രമല്ല ഇസ്രായേലിന് നിഴലാണ്, യഹൂദന് നിഴലാണ് ആദ്യഫലം എന്ന് പറയുന്നത്. തിരുസഭ അല്ലെങ്കിൽ ദൈവസഭയുടെ നിഴലാണ്. 1 കൊരിന്ത്യർ 15:20, യിരെമ്യാവിൻ്റെ പ്രവചനം 2-ാം അധ്യായം 3-ാമത്തെ വാക്യം, പുറപ്പാട് പുസ്തകം 4:22, യാക്കോബ് 1:18, എബ്രായർ 12:28 എന്നീ വാക്യങ്ങളിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു പഠനം ലഭിക്കും. എന്താണ് ആദ്യഫല പെരുന്നാൾ എന്നുള്ളത്. മൂന്നാമത്തെ പെരുന്നാളാണ് പെന്തക്കോസ്ത് പെരുന്നാൾ. പെന്തക്കോസ്ത് പെരുന്നാൾ നമുക്കെല്ലാവർക്കും അറിയാം. ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അവസാനത്തെ പ്രബോധനമാണ്
തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന അരുളപ്പാടാണ്, നിങ്ങൾ യെരുശലേമിൽ നിങ്ങൾ കാത്തിരിക്കണം. നിങ്ങൾ യെരുശലേമിൽ കാത്തിരിക്കുമ്പോൾ ആമേൻ ശക്തി നിങ്ങളുടെ മേൽ വെളിപ്പെടും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങൾക്ക് അനുഭവേദ്യമാകും. ആമേൻ. അതുകൊണ്ട് നിങ്ങൾ യെരുശലേമിൽ കാത്തിരിക്കണം. ശക്തി ലഭിച്ചിട്ട് ആമേൻ യെരുശലേമിൽ യഹൂദയിലും ഭൂമിയുടെ അറ്റത്തോളം പോയി നിങ്ങൾ എൻ്റെ സാക്ഷികളാകുമെന്ന് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. ആമേൻ. അപ്പോൾ യെരുശലേമിൽ ദൈവശക്തി പ്രാപിക്കുവാൻ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ അവർ കാത്തിരിക്കുകയാണ്. പെസഹ കഴിഞ്ഞുള്ള 50-ാമത്തെ ദിവസമാണ് പെന്തക്കോസ്ത് പെരുന്നാൾ. പെസഹ കഴിഞ്ഞ് 50 ദിവസങ്ങൾ കഴിയുമ്പോഴാണ് അത് ആരംഭിക്കുന്നത്. പെന്തക്കോസ്ത് നാളിലാണ് ആമേൻ പരിശുദ്ധാത്മാവിനാൽ ആമേൻ ദൈവജനം നിറയപ്പെട്ടത്. പത്രോസിന്റെ പ്രസംഗം കേട്ടവരുടെ മേൽ ആമേൻ സ്തോത്രം അത് വെളിപ്പെട്ടു. നമുക്ക് കാണാം 120 പേർ മാളിക മുറിയിൽ ദൈവത്തെ ആരാധിച്ചു. പരിശുദ്ധാത്മാവ് അഗ്നിനാവുകളായിട്ട് അവരുടെ മേൽ പ്രത്യക്ഷമായി. അവരെല്ലാവരും അന്യഭാഷകളിൽ അവർ സംസാരിച്ചു. ആമേൻ. ഇന്നും പെന്തക്കോസ്ത് ലോകം അന്യഭാഷകൾ സംസാരിക്കുന്നു. അന്യഭാഷ ആരൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും അത് കൂടുതലായിട്ട് സംസാരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പെന്തക്കോസ്ത് ലോകത്തുള്ള ദൈവമക്കൾ അല്ലെങ്കിൽ പെന്തക്കോസ്തിനെ ഏറ്റെടുത്ത ദൈവമക്കൾ, പെന്തക്കോസ്ത് ഒരു അനുഭവമാക്കിയ ദൈവമക്കൾ അതിപ്പോഴും പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് അഗ്നിനാവുകൾ പോലെ കാത്തിരിക്കുന്നവരുടെ മേൽ ഈ കാലത്തും വെളിപ്പെടുന്നുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണ്? പെന്തക്കോസ്ത് പെരുന്നാൾ. പെന്തക്കോസ്ത് പെരുന്നാളിൻ്റെ പ്രത്യേകത, കാത്തിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വെളിപ്പെട്ടു. ആമേൻ. ഞാനതിനെക്കുറിച്ച് ഒരല്പമായിട്ട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അത് 50-ാമത്തെ ദിവസം വെളിപ്പെട്ടു. അതായത് ഇസ്രായേൽ മക്കളുടെ കൊയ്ത്തിന് അരിവാളിടുന്നത് മുതൽ 7 ശബത്ത് കഴിയുന്ന അടുത്ത ദിവസം നടക്കുന്ന ഈ പെരുന്നാളിനെ കുറിച്ച് ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 21 വരെ നമുക്ക് കാണുവാൻ കഴിയും. അതായത് 12 ഗുണം 10 120, 12 ശിഷ്യന്മാരിലും തുടർന്ന് 120 പേരിലേക്കും പരിശുദ്ധാത്മാവ് വ്യാപരിച്ചു. ആമേൻ. ആമേൻ. ഈ 7 ഉപദേശങ്ങൾ ദൈവസഭയ്ക്ക് ലഭിച്ചത് അപ്പോഴാണ്. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു. അതിനുശേഷമാണ് തിരുസഭയ്ക്കുള്ള ഉപദേശങ്ങളെ പരിശുദ്ധാത്മാവ് ദൈവമക്കൾക്ക് വേണ്ടി പകരുന്നത്. ആമേൻ. അതിനുശേഷം അപ്പോൾ പെന്തക്കോസ്ത് പെരുന്നാൾ വന്നു. അതിനുശേഷം ഉണ്ടാകേണ്ടതാണ് പാപപരിഹാര പെരുന്നാൾ. നമുക്കതിലേക്ക് വരാം. പാപപരിഹാര പെരുന്നാളിലെ കാഹള പെരുന്നാൾ. ശ്രദ്ധിക്കണമേ, ഇപ്പോൾ നാം നിൽക്കുന്നത് പെന്തക്കോസ്ത് പെരുന്നാളിൻ്റെ ആ ഒരവസ്ഥയിലാണ്. അല്ലെങ്കിൽ പെന്തക്കോസ്ത് അനുഭവത്തിൽ, പെന്തക്കോസ്ത് നാൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ട ദൈവസഭയെ നിറച്ച് അല്ലെങ്കിൽ അഗ്നിനാവുകൾ പോലെ പിളർന്നിരിക്കുന്ന നാവുകളായിട്ട് ആ ജനത്തിൻ്റെ മേൽ പതിഞ്ഞതുപോലെ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. നാം ഒരു പെന്തക്കോസ്ത് പെരുന്നാളിൻ്റെ ആത്മീയ അവസ്ഥയിൽ, അതിൻ്റെ നിഴലും പൊരുളുമായ അവസ്ഥയിലാണ് നാം ആയിരിക്കുന്നത്. ആമേൻ. അപ്പോൾ തന്നെ നാം ചിന്തിക്കേണ്ടത് ഇനി എന്താണ് സംഭവിക്കേണ്ടത്? ഇനി സംഭവിക്കേണ്ടതാണ് കാഹളനാദ പെരുന്നാൾ അല്ലെങ്കിൽ കാഹള പെരുന്നാളാണ് ഇനി സംഭവിക്കുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് പെന്തക്കോസ്ത് പെരുന്നാളിന് ശേഷം കാഹള പെരുന്നാൾ ഉണ്ടാകുന്നു. വാസ്തവത്തിൽ ഈ കാഹള പെരുന്നാൾ സംഭവിക്കേണ്ടത് ഇപ്പോഴാണ്. ദൈവമക്കൾ മനസ്സിലാക്കണം, ഇനി സംഭവിക്കേണ്ട കാര്യം ദൈവസഭയ്ക്ക് ഇവിടുന്ന് എടുക്കപ്പെടുന്നതിന് മുൻപായി കാഹളനാദം ധ്വനിക്കുന്ന അല്ലെങ്കിൽ കാഹളനാദ പെരുന്നാളാണ് ഇനി സംഭവിക്കേണ്ടത്. ആമേൻ. അങ്ങനാണെങ്കിൽ ദൈവസഭ മഹോപദ്രവത്തിന് മുൻപ് തന്നെ ഇവിടെ ഒന്നും എടുക്കപ്പെടും. ആരൊക്കെ ഏതൊക്കെ രീതിയിൽ വാദിച്ചെന്ന് പറഞ്ഞാലും ദൈവസഭ അതിനു മുൻപേ ഇവിടെ ഒന്നും എടുക്കപ്പെടുമെന്നുള്ളത് ദൈവവചനത്തിൻ്റെ വസ്തുതകളാണ്. ചില വാക്യങ്ങൾ കൂടെ വായിച്ച് മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെ ഉള്ള വാക്യങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നത് കാഹളം ധ്വനിക്കുമ്പോൾ സഭ ഇവിടുന്ന് എടുക്കപ്പെടുന്നത് അല്ലെങ്കിൽ യാത്ര പുറപ്പെടുന്ന അവസ്ഥയെക്കുറിച്ചാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഇത് ദൈവസഭ കാഹളനാദം കേൾക്കപ്പെട്ട് എടുക്കപ്പെടുന്നതിൻ്റെ നിഴലാണ് ഈ പെരുന്നാൾ. ദൈവസഭ കാഹളനാദം കേട്ട് എടുക്കപ്പെടുന്നതിൻ്റെ നിഴലാണ് ഈ പെരുന്നാൾ.
അപ്പോൾ കാഹളം ധ്വനിക്കുവാൻ പോവുകയാണ്. ഇനി സംഭവിക്കേണ്ട കാര്യം, മറ്റ് 3 പെരുന്നാളുകൾ കഴിഞ്ഞു. ഇനി സംഭവിക്കേണ്ടത് കാഹളനാദ പെരുന്നാളാണ്. പെന്തക്കോസ്ത് പെരുന്നാളിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ തന്നെ നാം മനസ്സിലാക്കേണ്ടത് ഇനി സംഭവിക്കേണ്ടത് കാഹളനാദ പെരുന്നാളാണ്. അതിനുവേണ്ടിയാണ് ദൈവമക്കൾ വിശുദ്ധിയോടെ ജീവിച്ച് അതിനുവേണ്ടി കാത്തിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, 1-ാം നൂറ്റാണ്ടിലെ ദൈവമക്കൾ, 1-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ ജീവിച്ച് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷകൾ കണ്ട് യേശുവിൻ്റെ മുഖത്തു നിന്നും ആമേൻ വചനങ്ങളും ഉപദേശങ്ങളും കൈക്കൊണ്ട 12 ശിഷ്യന്മാരും 40 അല്ലെങ്കിൽ 90 എത്രയോ ആയിക്കോട്ടെ, ആമേൻ രഹസ്യ ശിഷ്യന്മാർ, അപ്പോൾ തന്നെ വിശ്വാസികൾ, കർത്താവിൽ വിശ്വസിച്ച അനേകർ എല്ലാവരും ആമേൻ പെന്തക്കോസ്ത് കാലത്ത് അല്ലെങ്കിൽ പെന്തക്കോസ്ത് നാൾ മുതൽ അവർ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്നു. നാം മനസ്സിലാക്കണം, അപ്പോസ്തല പ്രവൃത്തി പഠിക്കുമ്പോൾ അവരുടെ ചിന്താഗതി എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് കർത്താവായ യേശുക്രിസ്തു വരുമെന്നല്ല. എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് അല്ലെങ്കിൽ ലോകത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ട് കർത്താവായ യേശുക്രിസ്തു വരുമെന്നല്ല അവരുടെ ചിന്ത എന്ന് പറഞ്ഞത്. ആമേൻ. അതുകൊണ്ടാണ് അവരുടെ സകലവും വിറ്റിട്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കീഴെ അവർ കൊണ്ടുവച്ചത്. അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് ഇന്ന് ഈ തലമുറയിൽ കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരും എന്നുള്ളതായിരുന്നു അവരുടെ വിശ്വാസം. പ്രിയ ദൈവമക്കളെ, നാം മനസ്സിലാക്കേണ്ടത് ആമേൻ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും നാം കേൾക്കും. ആമേൻ. അത് ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. അത് ലോകത്തെല്ലായിടത്തും സംഭവിക്കുന്നുണ്ട്. ക്ഷാമങ്ങളും ആമേൻ മഹാവ്യാധികളുമൊക്കെ ലോകത്തിൻ്റെ വിവിധ ആമേൻ സ്ഥലങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തും അനവധി പ്രശ്നങ്ങളുണ്ട്, അനവധി പ്രതികൂലങ്ങളോടെ നാം കടന്നു പോകുന്നത്. ഇതെല്ലാം കാണുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, കർത്താവായ യേശുക്രിസ്തു ഈ തലമുറയിൽ തന്നെ വരും എന്നുള്ള വിശ്വാസമാണ് ഒരു ദൈവത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. നമുക്കുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ വിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ ജീവകാലത്ത് യേശു വരും. അതായിരുന്നു ആദിമസഭയുടെ വിശ്വാസം. എന്തെങ്കിലുമൊക്കെ കണ്ട് എന്തെങ്കിലുമൊക്കെ നിറവേറിയതിന് ശേഷം യേശു വരുമെന്നല്ല അവർ വിശ്വസിച്ചിരുന്നത്. എൻ്റെ കാലത്ത് യേശു വരും എന്നവർ വിശ്വസിച്ചിരുന്നു. അതുതന്നെയാണ് പുതിയ നിയമസഭയായ നമ്മളും വിശ്വസിക്കേണ്ടത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുക്കൽ വാതിൽക്കലായിരിക്കുന്നു. ആ വിഷയത്തെക്കുറിച്ച് അല്പം വിശദമായിട്ട് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുകയാണ്. 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങളിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് വെച്ച് ആമേൻ നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു വരും. ആമേൻ. അന്ത്യകാലത്ത് വിശ്വാസം ഭൂമിയിൽ കണ്ടെത്താനാകുമോ എന്ന് ചോദിക്കുന്നൊരു ഭാഗം തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അന്ത്യകാലത്ത് വിശ്വാസം കണ്ടെത്താൻ കഴിയുമോ? ആമേൻ. പ്രിയപ്പെട്ടവരെ, വിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ആമേൻ, ജനത്തിൻ്റെ വിശ്വാസം തന്നെ മുരടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, കർത്താവായ യേശു ക്രിസ്തു വരുവാൻ സമയമായി. കർത്താവായ യേശു ക്രിസ്തു തന്നെ മണവാട്ടിയെ ചേർക്കുവാൻ സമയമായി. ആമേൻ. പൗലോസ് പറയുന്നത് അവൻ നമുക്കറിയാം, ഞാൻ മരിക്കുകയില്ല, രൂപാന്തരപ്പെടുന്നവരുടെ കൂട്ടത്തിലാണ്. ഞാൻ രൂപാന്തരപ്പെടുന്നവരുടെ കൂട്ടത്തിലാണ്. ആമേൻ. പൗലോസിന്റെ വിശ്വാസം അതാണ്. എൻ്റെ ആയുസ്സിൽ കർത്താവായ യേശു വരും, ഞാൻ മരിക്കുകയില്ല, രൂപാന്തരപ്പെടുന്നവരുടെ കൂട്ടത്തിലാണെന്ന് അപ്പോസ്തലൻ പറയുകയാണ്. അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുന്നുണ്ട്. ആമേൻ. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യവും മറ്റു ചില വേദഭാഗങ്ങളും ഒക്കെ പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ച് അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അടുത്തതായിട്ട് സംഭവിക്കേണ്ടത് കാഹളനാദ പെരുന്നാളാണ്. കാഹളപ്പെരുന്നാൾ, മഹാകാഹള പെരുന്നാൾ. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? പത്രോസ് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പ്രധാന ദൂതൻ കാഹളമൂതും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. മരിച്ചവരൊക്കെ അക്ഷരായിട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിവസത്തെക്കുറിച്ച് അപ്പോസ്തലനായ പത്രോസ് പറയുന്നുണ്ട്. അവിടെ കാഹളനാദം കേൾക്കും. ആമേൻ. ക്രിസ്തുവിൽ മരിച്ചവർ മുന്നേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്നവരായ നാം ആമേൻ കർത്താവിനോടൊപ്പം രൂപാന്തരപ്പെട്ട കർത്താവിനെ ചേർക്കുവാൻ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, കാഹളനാദ പെരുന്നാൾ വരാൻ പോവുകയാണ്. അതിനുവേണ്ടിയാണ് നാം കാത്തിരിക്കുന്നത്. ഇവിടെ ഇസ്രായേലും ആമേൻ പാലസ്തീനും തമ്മിലുള്ള വിഷയങ്ങളല്ല നമ്മുടെ വിഷയങ്ങൾ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു വരാൻ പോകുന്നു.
ഹല്ലേലൂയ. യേശു ക്രിസ്തു വരുവാൻ പോകുന്നു. ആ കാഹളനാദ പെരുന്നാൾ അല്ലെങ്കിൽ കാഹള പെരുന്നാൾ കേൾക്കുവാൻ ആസന്നമായിരിക്കുന്നു. പ്രധാന ദൂതൻ അത് ഊതുക തന്നെ ചെയ്യും. കർത്താവിനെ സ്വീകരിപ്പാൻ നാം ആകാശമേഘങ്ങളിലേക്ക് എടുക്കപ്പെടും. ആമേൻ, ആമേൻ. ഞാൻ ആ വിഷയം അവിടെ പറഞ്ഞു നിർത്തുകയാണ്. അടുത്തതായിട്ട് സംഭവിക്കേണ്ടത് പാപപരിഹാര പെരുന്നാളാണ്. എന്താണ് പാപപരിഹാര പെരുന്നാൾ? ദൈവസഭ ഇവിടെ നിന്നും എടുക്കപ്പെടും. എടുക്കപ്പെട്ടതിന് ശേഷം ആമേൻ ഇവിടെ ഗോഗുമാഗോഗ് യുദ്ധം, അല്ലെങ്കിൽ 10 രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന്, മറ്റുള്ള രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് യഹൂദനെ വേട്ടയാടുന്ന, യഹൂദനെ കൊല്ലുന്ന, ഇസ്രായേലിന് വിരോധമായിട്ട് ആമേൻ അവർ എഴുന്നേറ്റ് വരുന്ന, ആമേൻ അസംഖ്യം വരുന്ന ആമേൻ രാജ്യങ്ങൾ അവർക്ക് എതിരായിട്ട് വരികയും ആമേൻ ആ സമുദ്രത്തിൽ നിന്നും ആമേൻ ആ മൃഗം എഴുന്നേൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അന്നാണ് 666 എന്നുള്ള മുദ്രയ്ക്ക് പ്രാധാന്യമുള്ളത്. ഇപ്പോഴേ അധർമ്മത്തിൻ്റെ ആ വ്യാപാരം ഇപ്പോഴേ ഉണ്ട്, ഇല്ലെന്നല്ല. എന്നാൽ 666 എന്നുള്ള മുദ്ര കാണിച്ച് പലരും ആമേൻ ജനത്തെ ഭയപ്പെടുത്തി ഈ കാലത്ത് പ്രസംഗിക്കാറുണ്ട്. അത് ജനത്തെ ആമേൻ പുതിയ നിയമസഭ അത് കേട്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. 666 എന്ന് പറയുന്ന മുദ്ര കേട്ട് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ദൈവസഭ ഇവിടുന്ന് എടുക്കപ്പെട്ടതിന് ശേഷം ആമേൻ പിശാച് ആമേൻ ഇറങ്ങി വരികയും, അല്ലെങ്കിൽ ഇവിടെ മഹായുദ്ധങ്ങൾ ഗോഗുമാഗോഗ് യുദ്ധമുണ്ടാകുന്ന സമയത്ത് ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണത്. അന്ന് പിശാച് ഇവിടെ ശക്തമായിട്ട് പ്രവർത്തിക്കും. ആമേൻ ഇസ്രായേൽ മക്കൾ ആമേൻ നിലവിളിക്കും. ആമേൻ ദൈവസല്ലവർ നിലവിളിക്കും. അവർ കുത്തിയവെങ്കിലേക്ക് നോക്കും. അത്രത്തോളം അവർ വേട്ടയാടപ്പെടും, അവർ തകർക്കപ്പെടും. ഈ യുദ്ധമൊന്നും ഒരു യുദ്ധമല്ല. ഈ യുദ്ധമൊക്കെ കഴിയും. ഈ യുദ്ധമെല്ലാം മാറിപ്പോകും. ഈ യുദ്ധത്തെക്കുറിച്ചല്ല പറയുന്നത്. ഇപ്പോഴുണ്ടായിരിക്കുന്ന യുദ്ധമൊന്നുമല്ല. ആമേൻ 10 രാജ്യങ്ങൾ ഇസ്രായേലിന് വിരോധമായിട്ട് എഴുന്നേൽക്കുകയും അവർ ഇസ്രായേലിനോട് പോരാടുകയും ചെയ്യും. അവർ കുത്തിയവെങ്കിലേക്ക് നോക്കും. അവർ നിലവിളിയോടെ മാനസാന്തരത്തിലേക്ക് മടങ്ങി വരും. അതിനു മുൻപ് ഇവിടുത്തെ സഭ എടുക്കപ്പെട്ടിരിക്കും. ഇവിടുത്തെ സഭ എടുക്കപ്പെട്ടതിന് ശേഷമുള്ള ആമേൻ കാര്യമാണ് പറയുന്നത്. അതായത് കാഹളനാദ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. അടുത്തായിട്ട് സംഭവിക്കേണ്ടതാണ് പാവപരിഹാര പെരുന്നാൾ. എന്താണ് പാവപരിഹാര പെരുന്നാൾ? ഇസ്രായേൽ മക്കൾ നിലവിളിയോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലും. ഇസ്രായേലിൻ്റെ അതിപ്രധാനമായ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു ഉത്സവമാണ് പാവപരിഹാര പെരുന്നാൾ. അതിൽ നമ്മൾ കാണുന്നു, ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. യഹോവയ്ക്കെന്നും അസലേലിനും ചീട്ട് വീണ് 2 ആട്ടുകൊറ്റന്മാരും പാവപരിഹാരത്തിന് വേണ്ടി നിലകൊള്ളുന്നതാണ്. മരുഭൂമിയിലേക്ക് വിട്ടയക്കപ്പെട്ട ആട്ടുകൊറ്റനും തിരശ്ശീലയിലേക്ക് രക്തം കൊണ്ട് ചെല്ലപ്പെടുന്ന ആട്ടുകൊറ്റനും, തിരശ്ശീലയിലേക്ക് രക്തം കൊണ്ട് ചെല്ലപ്പെടുന്ന ആട്ടുകൊറ്റനും യേശു ക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യുന്നു. യോഹന്നാൻ സുവിശേഷം പറഞ്ഞിങ്ങനെയാണ്: ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. 1-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നു. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവ കുഞ്ഞാട്, മരുഭൂമിയിലേക്ക് പോകുന്ന ആമേൻ ആട്ടുകൊറ്റനും, അപ്പോൾ തന്നെ നമുക്കറിയാം തിരശ്ശീലയ്ക്കകത്തേക്ക് രക്തം കൊണ്ടുവരുന്ന ആമേൻ സ്തോത്രം ആട്ടുകൊറ്റനും. ഇത് രണ്ടും ക്രിസ്തുവിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് ആമേൻ പാപപരിഹാര പെരുന്നാളിൽ വെളിപ്പെടുന്നത്. കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടും. എന്നാൽ മഹോപദ്രവ കാലത്ത് ഇസ്രായേലിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ആരോഹണം വരികയും ഇസ്രായേലിന്റെ പാപം ആമേൻ കർത്താവ് മായ്ച്ചു കളയുകയും ചെയ്യുന്ന അവസ്ഥയാണ് പാവപരിഹാര പെരുന്നാൾ. സെഖരിയാവിൻ്റെ പുസ്തകത്തിൽ നമ്മളത് വായിക്കുന്നു. സെഖരിയാവിൻ്റെ പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങളിൽ നമ്മളിത് വായിക്കുന്നു. ഇസ്രായേലിൻ്റെ പാപത്തെ മായ്ച്ചു കളയും. ആമേൻ. ദൈവസഭ ഇവിടുന്ന് എടുക്കപ്പെട്ടതിന് ശേഷം ആമേൻ കാഹളനാദ പെരുന്നാൾ കേട്ടതിന് ശേഷം ആമേൻ ഇസ്രായേലിൻ്റെ പാപത്തെ കർത്താവ് നീക്കിക്കളയും. കാരണം ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ അവകാശമാണ്, ദൈവത്തിനുള്ളതാണ്. യഹൂദന്മാർ ദൈവത്തിൻ്റെ അവകാശമാകയാൽ, യഹൂദന്മാർ ദൈവത്തിനുള്ളവയാകയാൽ അവരെ കൂടാതെ നമുക്കൊരു രക്ഷയില്ല. അവരും നമ്മോട് കൂടെ വരേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ ആമേൻ യഹൂദന്മാരെ ദൈവം വീണ്ടെടുക്കുവാൻ വേണ്ടി പാവപരിഹാര പെരുന്നാൾ അന്ന് നടത്തും.
ആമേൻ. ആ പെരുന്നാളിൽ യഹൂദൻ യേശു ക്രിസ്തുവിനെ ഏറ്റുപറയും. അവർ കുത്തിയവങ്ങളെ നോക്കും, അവരുടെ പാപം അവർ ഏറ്റുപറയും. യഹൂദൻ്റെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ സകല തകർച്ചകൾക്കും കാരണം അവരുടെ പാവമാണെന്നുള്ള വസ്തുത അവർ മനസ്സിലാക്കും. യഹൂദൻ്റെ ഏറ്റവും വലിയ തകർച്ച അവരുടെ പാവം തന്നെയാണെന്ന് മനസ്സിലാക്കുമ്പോൾ അവർ കുത്തിയവങ്ങളിലേക്ക് നോക്കും. അന്ന് യഹൂദന് രക്ഷ വരും. അതിനുശേഷം നടക്കേണ്ട കാര്യമാണ് കൂടാര പെരുന്നാൾ. കൂടാര പെരുന്നാൾ എന്ന് പറയുന്നത് ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 39 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിലും ആവർത്തന പുസ്തകം 16-ന്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലും നമ്മളത് വായിക്കുന്നു. യഹൂദന്മാർ 7 ദിവസം ആചരിക്കേണ്ട പെരുന്നാളാണ് കൂടാര പെരുന്നാൾ. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ 40 വർഷം കൂടാരത്തിൽ പാർത്തതിൻ്റെ ഓർമ്മയാണ് ഈ കൂടാര പെരുന്നാൾ. ഇതിൻ്റെ അംശം നിവർത്തിയായത് സഹസ്രാബ്ദത്തിലും പൂർണ്ണ നിവർത്തി പുതുവാന ഭൂമിയിലും അത്രേ. അതായത് സഹസ്രാബ്ദ വാഴ്ച തുടങ്ങി അതിൻ്റെ പൂർണ്ണ നിവർത്തി പുതുവാന ഭൂമിയിൽ അല്ലെങ്കിൽ പുതിയ ആകാശം പുതിയ ഭൂമിയിലാണ് അതിൻ്റെ പൂർണ്ണമായ നിവർത്തി ഉണ്ടാകുന്നത്. വെളിപ്പാട് പുസ്തകം 21-ന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഇതാ മനുഷ്യനോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. ഇതാണ് കൂടാര പെരുന്നാളിൻ്റെ പ്രത്യേകത. മനുഷ്യനോടുകൂടെ ദൈവം വസിക്കുന്ന കൂടാര പെരുന്നാൾ. അതാണ് അടുത്തതായിട്ട് സംഭവിക്കേണ്ടത്. അതായത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു, പെസഹ പെരുന്നാൾ തൊട്ട് നമ്മൾ മുന്നോട്ട് വന്നിട്ട് നമ്മൾ പിന്നീട് നമ്മൾ കേട്ടത് പെന്തക്കോസ്ത് പെരുന്നാളിലേക്ക് വന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ കഴിഞ്ഞ് പെന്തക്കോസ്ത് പെരുന്നാളിലേക്ക് വന്നു. പെന്തക്കോസ്ത് പെരുന്നാളിന് ശേഷം കാഹള പെരുന്നാളിലേക്ക് നമ്മൾ വന്നു. അപ്പോൾ ഇനി സംഭവിക്കേണ്ടത് കാഹളം ധ്വനിക്കുക. മനുഷ്യരൊക്കെയും അക്ഷയരായിട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സുദിനമാണ് ഇനി വരാൻ പോകുന്നത്. അതാണ് പുതിയ നിയമസഭയുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത്. നമ്മൾ കാത്തിരിക്കുന്നത് കാഹളനാദ പെരുന്നാളിനെയാണ് ദൈവമക്കൾ കാത്തിരിക്കുന്നത്. അടുത്തതായിട്ട് സംഭവിക്കേണ്ട കാര്യമാണ് പാപപരിഹാര പെരുന്നാൾ. അത് യഹൂദന് ഇസ്രായേലിന് വേണ്ടി ദൈവം കരുതി വെച്ചതാണ് പാപപരിഹാര പെരുന്നാൾ. അവർ കുത്തിയവങ്ങളിലേക്ക് നോക്കും, അവർ രക്ഷിക്കപ്പെടും, അവർ കർത്താവായ യേശു ക്രിസ്തുവിനെ അവർ സ്വീകരിക്കും. കർത്താവായ യേശു തന്നെ ദൈവമെന്നും യേശു തന്നെ കർത്താവെന്നും യഹൂദന്മാർ പറയും. എല്ലാ മുട്ടും മടങ്ങുന്ന ആ ദിവസം വരാൻ പോവുകയാണ്. അതിനുശേഷം സംഭവിക്കേണ്ട കാര്യമാണ് കൂടാര പെരുന്നാൾ. മനുഷ്യനും ദൈവവും ഒരുമിച്ച് ചേരുന്ന, അല്ലെങ്കിൽ വചനത്തിൻ്റെ പൂർണ്ണമായി നിവർത്തിയിലേക്ക് വരുന്ന ആ കാലത്തിലേക്ക് നമ്മൾ ചെന്നെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാലും ഈ വീഡിയോ പെട്ടെന്ന് ഒത്തിരി ദൈർഘ്യം ഉണ്ടാകേണ്ട എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ന്യായപ്രമാണ യുഗത്തിലെ മറ്റൊരു പ്രധാന വിഷയമാണ് യാഗങ്ങൾ. പാപപരിഹാരാർത്ഥം ക്രൂശിന്മേൽ മരിച്ച കർത്താവായ യേശു ക്രിസ്തുവിന് നിഴലായിട്ടാണ് ഈ യാഗങ്ങൾ എല്ലാം തന്നെ. അതൊരു വലിയൊരു ആചാരമാണ്. പഴയ നിയമ വിശുദ്ധന്മാർ ആചരിച്ചതാണ്. അപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് യാഗങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ തന്നെ അവിടെ പാപപരിഹാരം വരുന്നുണ്ട്. യഹൂദന് വിടുതലും വരുന്നുണ്ട്. ഇന്ന് പകൽക്കാലം നാം ദൈവമുഖത്തേക്ക് നോക്കുക. ഇപ്പോൾ ഈ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന യുദ്ധശ്രുതികളെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. എന്നാൽ കർത്താവായ യേശു നമ്മെ ചേർക്കുവാൻ കള്ളനെ പോലെ തന്നെ വരും. ചിലരൊക്കെ പറയുന്നത് കള്ളനെ പോലെ വരുമോ? കള്ളനെ പോലെ വരാൻ എന്താ കാര്യം? കള്ളനെ പോലെ തന്നെ വരുമെന്ന് പറയുന്നത് നനച്ചിരിക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരും. കള്ളനെ പോലെ വരിക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, നമ്മൾ ചിന്തിക്കാത്ത സമയത്ത് കർത്താവായ യേശു ക്രിസ്തു ആകാശം മേഘങ്ങളിൽ വെളിപ്പെടും. അവനെ കാത്തിരിക്കുന്നവർ തന്നെ കർത്താവായ യേശുവിനെ കാണും. അതാണ് കാഹള പെരുന്നാൾ. നാദ പെരുന്നാൾ കഴിയുമ്പോൾ അടുത്തതായിട്ടുണ്ടാകുന്നതാണ് പാപപരിഹാര പെരുന്നാൾ. അത് യഹൂദന് വേണ്ടി ദൈവം നിശ്ചയിച്ച സമയമാണ്. അതിനുശേഷമുള്ളതാണ് കൂടാര പെരുന്നാൾ. ആ കൂടാര പെരുന്നാളിൽ നാം കർത്താവിനോടൊപ്പം നമ്മളും വാഴും. അതിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ കേൾക്കുന്നതും കാണുന്നതുമെല്ലാം ദൈവസഭയുടെ ഒരുക്കമായിരിക്കട്ടെ. ദൈവസഭ ഈ ദിവസങ്ങളിൽ ഒരുങ്ങി കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും എല്ലാം നമ്മൾ കേൾക്കും. ഇതെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ അടയാളമാണ്, ലക്ഷണമാണ്. കർത്താവായ യേശുവിൻ്റെ വരവിന് വേണ്ടി നമുക്കൊരുങ്ങാം. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഇതിൻ്റെ റെഫറൻസ് എല്ലാം എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും
ഇതിൻ്റെ റെഫറൻസ് ആവശ്യമാണെങ്കിൽ ഞാൻ പറഞ്ഞ എല്ലാ വസ്തുക്കളുടെയും റെഫറൻസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങളുടെ ഇൻബോക്സിൽ അത് നിങ്ങൾ എഴുതിയാൽ മതി. അതിൻ്റെ റെഫറൻസ് സകലവും ഞാൻ അയച്ചു തരുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് എല്ലാവരെയും നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.